സുരേഷേട്ടൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഒരു റിട്ടേൺ കംപ്ലയിന്റ് തന്നാൽ ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഒരു സമയം അവന് കൊടുക്കാം. മനുഷ്യർ അതോ ഇവനെ എപ്പോഴും അഴിക്കുന്നതാണ് ഈ പട്ടിയൊക്കെ. ഇതാ നോക്ക്, പട്ടി ഉമ്മയൊക്കെ ഇപ്പൊ വരുതാ, ജയറാം കരയുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും, ഈ റോബിൻ കരയാണല്ലോ. പിന്നെ റോബിൻ രാധാകൃഷ്ണന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ട് ഞാൻ പൈസ കൊടുത്തത് അതിനകത്തുണ്ട്. 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നേ ദിവസം വരെ അതും തിരിച്ചു തന്നിട്ടില്ല. 30-ാം തീയതി രാത്രി ലക്ഷ്മി വിളിച്ചു, ലക്ഷ്മിയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പൊ അസഭ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വീഡിയോ നമ്മൾ പോലീസിലേക്ക്. റോബിൻ കുറച്ച് ഡ്രാമാറ്റിക് ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒരു മരിക്കാൻ പോവാന്നൊക്കെ പറയുന്ന കണക്കത്തെ ഒരു ഇത്, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം. നമസ്കാരം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം അങ്ങനെ ഒന്നും തീരത്തില്ല. വേദലക്ഷ്മി, അബി, അനന്തു ഇവരെല്ലാരും കൂടെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിൽ നിങ്ങൾ കാണണം, ഒരു 1.25 മണിക്കൂറോളം ഉണ്ട് ആ വീഡിയോ, ചാനലുകളിലുണ്ട്. അപ്പൊ അത് കയറി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ രൂപം കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ റോബിനെ മൊത്തത്തിൽ പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് അത്. അവർ വാങ്ങോട്ട് ചുമ്മാ പറയുമല്ല, അവരുടെ മൊബൈലുള്ള തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അവരുടെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോഴേ അറിയാം അവരൊരിക്കലും ഉണ്ടാക്കി പറയുന്നതല്ലെന്ന്. അവരതുപോലെ അവരുടെ മൊബൈലിലുള്ള കൃത്യമായ കാര്യങ്ങൾ നേരെ പിടിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. ഇതാണെന്ന് ഇങ്ങനെ കാണിച്ച് മാറ്റുമല്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മൊബൈൽ അങ്ങ് തരാം, നിങ്ങൾ നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ അബിയെ സംബന്ധിച്ചിടത്തോളം അബിക്ക് മീഡിയ ഫീൽഡിലൊന്നും വരണമെന്നോ നിൽക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ്. എനിക്കത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി അങ്ങനെയൊന്നും മീഡിയ ലെവലിലൊന്നും വന്ന് പ്രശസ്തനാകാൻ നോക്കുന്ന ആളല്ല. പുള്ളിയുടെ കരിയർ നോക്കി പോകുന്നതാണ്. ഇതിലെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു സുഹൃത്തിനെ സഹായിച്ചത് ഇതൊരു വലിയൊരു അബദ്ധമായെന്ന് ഇപ്പൊ അവർക്ക് തോന്നി തുടങ്ങി. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് റോബിൻ പറഞ്ഞത്, BJP എന്ന പാർട്ടിയിലെ ഒരാൾ പോലും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല, അവർക്കത് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നിക്കാണ്. അവർക്ക് അറിയാം എന്നെ കുറിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. എന്തായാലും സുരേഷ് ഗോപി വരെ ഇപ്പൊ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം. സുരേഷേട്ടൻ ഫസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഒരു റിട്ടേൺ കംപ്ലയിന്റ് തന്നാൽ ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഒരു സമയം അവന് കൊടുക്കാം. ഞാൻ പറയാം, ഈ ഫണ്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിക്ക് ഇതാക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ എന്താ പറഞ്ഞതെന്ന് അറിയാം, ഒരു BJP നേതാവും സമ്മതിച്ചില്ല. നിങ്ങൾ ഇന്ന് ചോദിച്ചാൽ, സുരേഷ് ഏട്ടനെ നിങ്ങൾ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, ഞങ്ങൾ പോയിട്ടുണ്ട്, സുരേഷ് ഏട്ടൻ ഇവനെ വിളിച്ചിട്ടുണ്ട്, രൂക്ഷമായ രീതിയിൽ പറഞ്ഞു. ഇവന്റെ ഫസ്റ്റ് കോള് അത് ഞാൻ നാളെ വിടാം. ഇന്ന് രാവിലത്തെ പ്രഹസനം അതായിരുന്നല്ലോ, ആരും എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള. സുരേഷ് ഏട്ടന്റെ കോള് വന്നു, സുരേഷ് ഏട്ടൻ വിളിച്ചു. രൂക്ഷമായ ഭാഷയിൽ സുരേഷ് ഗോപി ഈ പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് ശരിക്ക് കൊടുത്തിട്ടുണ്ട്. റോബിൻ അതിനുശേഷം ഈ പുള്ളിയെ വിളിക്കുന്ന വോയിസ് നാളെ പുറത്തുവിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് റോബിൻ പറഞ്ഞത് കള്ളമല്ലേ? BJP പാർട്ടി ഒന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആരും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് എന്തായാലും സുരേഷ് ഗോപി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വേണേൽ സുരേഷ് ഗോപിയോട് കാണുമ്പോൾ ചോദിച്ചോ എന്ന് വരെ പറയുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപി കള്ളത്തരം പറയത്തില്ലെന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ സുരേഷ് ഗോപി കള്ളത്തരം പറയാൻ യാതൊരു ചാൻസും ഇല്ല. ആ ഒരു കള്ളത്തരം റോബിന്റെ ഇവിടെ പൊളിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അച്ഛനെ പോലെയാണ് സുരേഷ് ഏട്ടൻ. അതുകൊണ്ട് ബ്രോ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ്, നമുക്കത് റെഡിയാക്കാം. ശരി, നമുക്കൊന്ന് ഞാൻ പറഞ്ഞു, നേരിട്ട് കണ്ട് നമുക്ക് ഇരിക്കാം. ഫോൺ ടോക്ക് പരിപാടി ഒന്നുമില്ല, മുഖതാവിൽ വന്ന് ഇരിക്കുന്നു പറഞ്ഞു. ബൊട്ടീക്കിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ അവനോട് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, മോനെ എൻ്റെ ബൊട്ടീക്കിലേക്ക് വരില്ല, നാളെ നീ എന്നെ പീഡന കേസിൽ പ്രതിയാക്കും, അതുകൊണ്ട് നമുക്ക് ബൊട്ടീക്കിൻ്റെ പുറത്തുനിന്ന് ഞാൻ സംസാരിക്കാം. റോബിന്റെ സ്വഭാവം ഏകദേശം ആരൊക്കെയോ പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ പലരുടെ അനുഭവം കൊണ്ടോ അബിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അബി അത് പറയുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, അബി ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ്. സുരേഷ് ഗോപി അതിനകത്ത് ഇടപെട്ടു. അതിനുശേഷം ഫോൺ ചെയ്യുന്നു റോബിൻ, അബിയെ ഫോൺ ചെയ്യുന്നു. എനിക്ക് സുരേഷ് ഗോപി അച്ഛനെ പോലെയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അബി പറയുന്നു, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം, ഫോണിൽ കൂടി വേണ്ടെന്ന് പറയുന്നു. എന്നാൽ ബോട്ടിക്കിലേക്ക് വരാൻ പറയുന്നു. ഞാൻ അവിടെ വരത്തില്ല, നീ എന്നെ പീഡന കേസിൽ വല്ലതും പ്രതിയാക്കി കളയും, എനിക്കത് വരാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇവർ ഹോളിഡേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കൊക്കെ പോകുന്നതും. ആ ഇരുട്ടത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന നമ്മൾ കണ്ടല്ലോ, ഇരുട്ടത്തിരുന്ന് പൈസ ചോദിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അവിടെ വെച്ച് ചെയ്തതാണ്. ഇവൻ ഇതൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ബോട്ടിക്കിലേക്ക് പോകാതിരുന്നത്. പലരുടെയും അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്, അതുകൊണ്ട് എനിക്കിവനെ പേടിയ ആ കാര്യത്തിൽ പെടുത്തിക്കളയും, അതുകൊണ്ട് ഞാൻ പോകാതിരുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പം റോബിനെ ഏകദേശം ഇപ്പൊ തന്നെ ഈ ഇഷ്യൂ വെളി വന്നതിന് ശേഷം റോബിനെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാക്കി കാണും. ഇനി റോബിൻ ആരോട് പോയി കടം വാങ്ങിക്കും?
കടം കൊടുക്കുന്നവർ എത്ര പ്രാവശ്യം ചിന്തിക്കും? റോബിൻ തന്നെയാണ് ഇതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്. കാരണം റോബിൻ അവരെ പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിക്കുകയും അവസാനം അവർക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുകയും ചെയ്തു. ഇവർ കേസ് കൊടുത്ത കഥയൊക്കെ പറയുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് അടുത്ത് കൊണ്ടുപോയി കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. റോബിൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടല്ലോ, ഞാൻ ദിവസം രാത്രി കൊണ്ടുപോയി കേസ് കൊടുത്തു. അതിന്റെ കാര്യം പറയുന്നുണ്ട്. റോബിൻ ക്യാഷ് കൊടുക്കാൻ ഉള്ള ദിവസം വിളിച്ചു. ഇവര് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇവരെല്ലാം കൂടെ റോബിന്റെ വീട്ടിലോട്ട് പോയപ്പോൾ ആരതിപ്പൊടി ഉണ്ട് അവിടെ. ആരതിപ്പൊടിയോട് കാര്യം പറഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ട് റോബിൻ അന്ന് രാത്രി പോയിട്ട്, ഞാൻ ഇവർക്ക് പൈസ കൊടുക്കാനുണ്ട്, പക്ഷെ എന്റെ ജീവന് ഭീഷണിയുണ്ട് ഇവരിൽ നിന്ന് പറഞ്ഞ് ഇവർക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. റോബിൻ ഇതൊക്കെ മുന്നേ കണ്ട് ഒരു മുഴം മുന്നേ എറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. ഒരു മുഴം മുന്നേ നേരത്തെ എറിഞ്ഞു തുടങ്ങി. ഇവര് മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ അതോ ഇവനെ എപ്പോഴും അഴിക്കുന്നതാണ് ഈ പട്ടിയൊക്കെ. ഇതാ നോക്ക്, പട്ടി ഉമ്മയൊക്കെ ഇപ്പൊ വരും. ഇതാ ജയറാം കരയുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും. അയ്യോ റോബിൻ കരയാണല്ലോ, പിന്നെ റോബിൻ നാണിക്കുകയാണല്ലോ. കരച്ചിൽ ഭയങ്കര. പിന്നെ വന്നു, പിന്നെതാ ഞാൻ ഇങ്ങനെ പിണങ്ങി അവന്റെ വേണ്ട. അപ്പൊ ഞാൻ വിന്നറെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഞാൻ അപ്പൊ വിളിക്കണ സുന്ദരാ, ഇതാ അടുത്തത് സുന്ദരാ. അപ്പൊ ഞാൻ ഓർഫൺ ആണല്ലോ, നമുക്കൊന്നും ആരും ഇല്ലല്ലോ. അപ്പൊ ആ ഡേറ്റ് ഒന്നും ഞാൻ അതിൽ നിന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൈസ ചോദിക്കുന്നത്. ഇവിടെയാണ് കോമഡി നടക്കാൻ പോകുന്നത്. അപ്പൊ നോക്കണേ, ഈ ഒരു ചാറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമല്ലോ. അതുപോലെയാണ് റോബിൻ അവിടുന്ന് മെസ്സേജ് അയക്കുന്നത്. എന്ന് വെച്ചാൽ സുഖിപ്പിച്ച് കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾ നടക്കും, എനിക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തുടർന്നോണ്ട് പോകണം. അപ്പൊ എനിക്ക് അത് വെച്ച് ഉപയോഗിക്കാമല്ലോ. അതിന് സുന്ദരാ അല്ലെങ്കിൽ സ്റ്റിക്കർ അയക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ സൂചിപ്പിച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പം പൈസ കിട്ടണമല്ലോ. അപ്പം എത്രമാത്രം ഒരാളെ സോപ്പിട്ട് കാര്യങ്ങൾ സാധിക്കാമോ അതുപോലെ സാധിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇതുപോലെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഒരാളെ ഏതെല്ലാം രീതിയിൽ കൺവിൻസ് ചെയ്ത് പൈസ വാങ്ങിക്കാം എന്നുള്ളത് റോബിനെ കണ്ടു പഠിക്കണം എന്നൊക്കെ ഇവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഭയങ്കര വിരോധമുള്ള ആളാണ്. എന്താ ലക്ഷ്മിന്റെ ഇതൊക്കെ കണ്ടിട്ട് മാസ് ബ്രോ ഞാൻ അതൊക്കെ ഈ ലക്ഷ്മിന്റെ ഒക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിന്റെ ആവശ്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അതിന്റെ ഒക്കെ പ്രൊഫൈൽ അയച്ചിരുന്നു. പിന്നെ അമ്മയ്ക്ക് നാളെ വീണ്ടും ചോദിക്കുന്ന പൈസ ചോദിക്കുന്നത് 75 തരാൻ പറ്റുമോ, 1 ലക്ഷം തരാൻ പറ്റുമോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നത്. ഇനിയിപ്പോ വലിയൊരു സാധനം, ഒരു കോമഡി കാണിച്ചുതരാം. ഓക്കെ, നിങ്ങൾ നോക്കണേ. ഇത് കേട്ടോ അടുത്ത്. പിന്നെ എന്റെ അവസ്ഥ ചോദിക്കുന്ന അറിയാമല്ലോ. പിന്നെ നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ ഫ്രൈഡേ അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, പക്ഷെ അമ്മയ്ക്ക് രാവിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെന്റ് മറ്റു മെഡിസിൻ്റെ ഒക്കെ ചെയ്താൽ മാത്രമേ അവരത് എടുത്തു വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴും അമ്മയുടെ വിഷയങ്ങൾ പറഞ്ഞ് പൈസ ചോദിക്കുമ്പോഴും എല്ലാം ഇവര് പൈസ കൊടുക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ഒരു കഷ്ടപ്പാടിൽ നമ്മളെ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ സുഹൃത്ത്. കുടുംബക്കാരെ സഹായിക്കുന്ന മുമ്പേ നമ്മളെ സുഹൃത്തുക്കളെ സഹായിക്കും. ചില പൈസയുടെ കാര്യം ആയിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ കടം ചോദിക്കും, നമ്മൾ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ സമ്മതിക്കും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്, അവിടെയാണ് വിശ്വാസം. ഇവിടെ അങ്ങനെയല്ല. റോബിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ആദ്യം 50,000 വാങ്ങിക്കും, പിന്നെ 20,000 വാങ്ങിക്കും, പിന്നെ 30,000 വാങ്ങിക്കും. അപ്പൊ ഇതെല്ലാം തിരിച്ചു കൊടുത്തോണ്ടേയിരുന്നു. അങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ അവരിലൊരു വിശ്വാസം സ്ഥാപിക്കാൻ ഈ പറയുന്ന റോബിന് കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം റോബിൻ എന്ത് ചെയ്തു? വലിയ വലിയ എമൗണ്ടുകൾ ചോദിക്കാൻ തുടങ്ങി. അതിന് കുറച്ചൊക്കെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ വിശ്വാസം ഏകദേശം പിടിച്ചു പറ്റി. അങ്ങനെ വലിയൊരു എമൗണ്ട് ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ഡൗട്ട് അടിച്ചത്. അങ്ങനെ ഇവർക്ക് ഡൗട്ട് അടിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പറയുന്ന ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കാൻ തുടങ്ങി. ഈ മാസം തരാം, അടുത്ത മാസം തരാം, അടുത്ത ആഴ്ച തരാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരെന്തുവാണ് ഇതിങ്ങനെ പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി മത്സരിക്കാൻ ഇറങ്ങി 2ാമത്തെ ദിവസം കണ്ട് ഈ പൈസയെക്കുറിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ കാണിച്ചു തരാന്നുള്ള രീതിയിൽ, നീ വേണമെങ്കിൽ അങ്ങ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു പാർട്ടിക്കാരന്റെ ലെവലിൽ അങ്ങ് സംസാരിച്ചു തുടങ്ങി. അപ്പം മുതൽ ഇവർക്ക് ഡൗട്ടാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, വേദലക്ഷ്മിയെ പച്ചത്തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും പറയുന്നുണ്ട്. റോബിൻ രാധാകൃഷ്ണന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ട് ഞാൻ പൈസ കൊടുത്തത് അതിനകത്തുണ്ട്. 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നേ ദിവസം വരെ അതും തിരിച്ചു തന്നിട്ടില്ല. ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് പാലാരിവട്ടത്ത് കൊണ്ടുവന്നിട്ട് 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതും ഇന്നേ ദിവസം വരെ തിരിച്ചു തന്നിട്ടില്ല. പിന്നെ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഫണ്ട് തിരിച്ചു തരാനായിട്ട് റോബിൻ ചോദിച്ചാലേ എനിക്ക് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ റോബിൻ പറഞ്ഞത് എന്താണ്? എനിക്കിനി അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് 60,000 രൂപ കിട്ടാനേ ഉള്ളെന്നാ പറഞ്ഞു. 67,000 രൂപ അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. കണക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവരുടെ പൈസ എല്ലാം കൊടുത്താണെന്നുള്ള രീതി സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ വേദലക്ഷ്മി പറയുന്നത് 8 ലക്ഷം രൂപ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ഇന്ന് ഇവരെ ഡേറ്റും ഇതും കാര്യങ്ങളും പറയുന്നതല്ലാതെ ആ ഡേറ്റിന്റെ അടുത്തോട്ട് എത്തുമ്പോൾ ഇപ്പൊ ഈ കാണിക്കുന്ന നാടകങ്ങളെല്ലാം ഇപ്പൊ കണ്ടു, പുറത്തുലോകം കണ്ടു. ഞങ്ങൾ പക്ഷെ കുറച്ച് മാസങ്ങളായിട്ട് ഈ നാടകം കാണുന്നുണ്ട്. ഏത് ഡേറ്റ് പറഞ്ഞാലും ഒരാൾക്ക് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്സിലാക്കാം, സമയം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. അയാളെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാവോ, എത്രത്തോളം ഡേറ്റുകൾ പറഞ്ഞ് നീട്ടാവോ
ബുദ്ധിമുട്ടിക്കുന്നതിന് പുറമെയാണ് ഇപ്പൊ എന്തോ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പറയുന്നത് എനിക്കിപ്പോ പൈസ തരാനില്ലെന്നാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് മൂവ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നിയമപരമായിട്ട് മൂവ് ചെയ്തിട്ടില്ല എന്ന് കള്ളം പറയുന്നു. കഴിഞ്ഞ മാർച്ച് 31 ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതാ. പൈസ ചോദിക്കുന്ന സമയത്ത് എന്നോട് മോശം ഭാഷയിൽ സംസാരിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മാർച്ച് 31 ഞാൻ കേസിട്ടതാ. അത് ഫോളോ അപ്പ് ചെയ്ത് FIR വരെ എത്തിച്ചപ്പോഴത്തേക്കുമാണ് ആശാൻ പേടിച്ച് ഹോളിഡേ ഇന്നിൽ വെച്ചിട്ട് സന്ധിസംഭാഷണത്തിന് വിളിച്ച് അവിടെ മാപ്പ് അപേക്ഷിച്ചിട്ട് പിന്നെ സമയം ചോദിച്ചിട്ട് ഡേറ്റ് പറയുന്നത്. റോബിനെതിരെ കൊണ്ടുപോയി വേദലക്ഷ്മി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേദലക്ഷ്മിയെ പച്ചത്തെറി വിളിച്ചായിരുന്നു. ആ തെറി വിളിച്ചത് ബേസ് ചെയ്തിട്ട് റോബിനെതിരെ കൊണ്ടുപോയിട്ട് കേസ് കൊണ്ട് കൊടുത്തു. അപ്പൊ ആ കേസ് FIRൽ എത്തുന്നത് വരെ ആയപ്പോഴത്തേക്ക് റോബിന് മനസ്സിലായി കൈവിട്ടു പോകുന്നു. അങ്ങനെയാണ് റോബിൻ പോയിട്ട് കാലി വീണ് മാപ്പ് ചോദിച്ചു എന്നാണ് വേദലക്ഷ്മി പറയുന്നത്. അപ്പം ഇതൊക്കെ സത്യമായ കാര്യമാണേ. നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. റോബിനെ അങ്ങനെ വലിച്ചു കീറുന്ന ഒരു ഇന്റർവ്യൂ ആണത്. അതും തെളിവ് സഹിതമാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള കാല് പിടിച്ചിട്ട് അവസാനം ഞാൻ ഇന്ന ഡേറ്റിൽ പൈസ തരാമെന്ന് ഈ പറയുന്ന റോബിൻ പറയും. പക്ഷെ അന്നും കൊടുക്കത്തില്ല. ഇവരെ ഇട്ട് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി നമ്മളെ ഇട്ട് ചുറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇവരും കളി മാറ്റിയത്. അല്ലെങ്കിൽ നേർക്ക് നേരെ സംസാരിക്കാനുള്ള എന്ത് യോഗ്യത ഉണ്ടായിട്ടാ ഞങ്ങൾ ഇനി അതിന് സമ്മതിക്കണ്ടേ? അതിന്റെ ഒരു ആവശ്യമില്ല. ഇഷ്ടം പോലും ഇന്ന് സംസാരിച്ചിട്ടുണ്ട്, കുറെ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ ലൈഫോ കരിയറോ തകർക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞ സമയം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അനാവശ്യം പറയുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഈ ഒരു അവസ്ഥയിലും ക്ഷമിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ഒരിക്കലും ഇത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സമൂഹ മധ്യത്തിലോ ആരെയും ആക്ഷേപിക്കാനോ ഒരാളുടെ ലൈഫ് നശിപ്പിക്കാനോ ഒന്നും ചെയ്യുന്നതല്ല. ഇത്രയും ഒരു പ്രഷറിലോട്ട് കൊണ്ടെത്തിച്ചിട്ട് പറയാതെ നമുക്ക് നമ്മുടെ സൈഡ് പറഞ്ഞ് എന്താണ് സത്യം എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാതെ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഒരാളെ ഇതുപോലെ പറ്റിച്ച് ജീവിക്കണം. അത് എനിക്ക് നിർബന്ധമുണ്ട്. ഇവിടെ വേദലക്ഷ്മി പറയുന്നത് ഞങ്ങൾക്ക് പുള്ളിയെ നശിപ്പിക്കണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. റോബിനെ നശിപ്പിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ റോബിൻ എന്തായി? റോബിൻ ഒന്നും ആയില്ല. നമുക്കറിയാം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമുള്ള റോബിന്റെ പരിപാടികൾ നമ്മൾ കണ്ടതാ. റോബിൻ ഈ ആഡംബരം കാണിക്കാൻ മിടുക്കനാണെന്നുള്ളത് ഇവര് പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവില്. റോബിൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ദിവസം 4000 രൂപ റെന്റിന് കൊടുത്തിട്ടാണ് ഒരു കാറ് ഉപയോഗിക്കുന്നതെന്നാണ് ഇവര് പറയുന്നത്. അതുപോലെ തന്നെ റോബിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഓടി. ആ ഓടി പൈസ കൊടുക്കാത്തതിനാൽ എടുത്തോണ്ട് പോയി. ഇവരെടുത്തോണ്ട് പോയിട്ട് തിരിച്ച് അത് ആരതിപ്പൊടിയുടെ വീട്ടിൽ പോലും ആരതിപ്പൊടിക്ക് പോലും ഇത് അറിയത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഓടി വണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഡ്രാമാസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിതൊക്കെ ഇന്നലെ അറിഞ്ഞതാണ്. എന്തായാലും നിങ്ങൾ ഇന്റർവ്യൂ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാടുണ്ട് ആ ഇന്റർവ്യൂവിൽ. നമുക്കെല്ലാം കൂടെ നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഇനി ഒരാളെയും റോബിൻ ഇങ്ങനെ പറ്റിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. റോബിൻ കൺവിൻസ് ചെയ്യാൻ മിടുക്കനാണ്. ഒരാളെ ഇപ്പം കൊല്ലാൻ നിൽക്കുന്ന ഒരുത്തന്റെ അടുത്താണേലും പോയിട്ട് കൺവിൻസ് ചെയ്ത് അവനെ പുള്ളി പരിധിയിലാക്കാൻ മിടുക്കനാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ആ ഒരു കൺവിൻസിങ്ങിൽ പലരും വീഴും. എന്ന് വെച്ചാൽ ഞങ്ങളെയും വീഴ്ത്തിയത് അങ്ങനെ കൺവിൻസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. ഞങ്ങളുടെ പൈസ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചെടുത്തോളം കേസ് പറഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ ഇനി ഒരാളെയും റോബിൻ ഇങ്ങനെ കളിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. ആ പുള്ളി നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. ഒരു 20 ലക്ഷം രൂപ 40 ലക്ഷം രൂപ എങ്ങാണ്ട് കാര്യം പറഞ്ഞിട്ട് ഒരാളെ കണ്ടോ, നടക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പൈസ മുന്നിൽ വെച്ചിട്ട് ഒരു സ്റ്റോറി വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വേദലക്ഷ്മി. പൈസ ക്യാഷ് മുന്നിൽ വെച്ച് റോബിനെടുത്ത് കാണിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ ആ വീഡിയോയുടെ പുറകിലത്തെ കഥയും പറയുന്നുണ്ട്. ഇത് റോബിന് നേരത്തെ പൈസ കൊടുത്തിരുന്ന ഒരാള് റോബിനെ ശരിക്കും റോബിന്റെ സ്വഭാവം മനസ്സിലാക്കി നൈസായിട്ട് പുള്ളി റോബിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചെടുക്കാൻ കളിച്ച ഒരു നാടകത്തെ കുറിച്ചും അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ ഇതിനകത്തോട്ട് വരാം. പട്ടിണി കിടന്നാൽ ഇവൻ കിടക്കും. ഇമേജ് പോകരുത്. മനസ്സിലായില്ല? ഇതാണ് ഇല്ലേ. ഈ മെസ്സേജ് ഒന്ന് കേട്ടെ, ഇത് കേട്ടെ. ഇതാ ഇത്രയും വൃത്തികെട്ട ഇത്രയും മോശപ്പെട്ട വ്യക്തിയുടെ ഈ സാധനം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ പല സമയത്ത് പല ഘട്ടങ്ങളിൽ എനിക്കൊരു ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ബ്രോ. മരിക്കുന്നവരെ എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, എന്തെന്ന് പറഞ്ഞാലും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബ്രോ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും എനിക്കത് ഞാൻ ആലോചിക്കായിരുന്നു. ഈവൻ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു ബ്രോ. അത് ഞാൻ പറഞ്ഞില്ല, അത് ലക്ഷത്തിൽ ഒരാൾക്കേ അങ്ങനെയൊക്കെ മനസ്സ് വരത്തുള്ളൂ.
അതന്നെ, ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ ഇങ്ങനെ മനസ്സ് വരുത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത്രയും പറഞ്ഞിട്ട് പോലും പുള്ളി പൈസ തന്ന് സഹായിച്ചിട്ട് പുള്ളിയെ ഇങ്ങനെയൊക്കെ ഓടിക്കാൻ ലക്ഷത്തിൽ ഒരാൾക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ലക്ഷത്തിൽ ഒന്നൊന്നും അല്ല, അതിൽ കൂടുതൽ പറ്റും. പുള്ളി പറയുന്നുണ്ട്, ഞാൻ അത്രയും മോശമായിട്ട് പറഞ്ഞ ഒരാളെ കുറിച്ച് റോബിൻ പൊക്കി പൊക്കി പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ ഒരാൾ പോലും സഹായിക്കാത്ത പോലെയാണ് നിങ്ങൾ എന്നെ സഹായിച്ചിരിക്കുന്നത് എന്നെല്ലാം. ആ സഹായിച്ചതിനൊക്കെ ഉള്ള ശരിക്കും ഒരു സമ്മാനമാണ് റോബിനെ നിങ്ങൾ കൊടുത്തത് അബിക്ക്. ആ ഇന്റർവ്യൂ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റോബിന്റെ പക്ഷത്ത് നിൽക്കാൻ പറ്റത്തില്ല. അവർ തെളിവ് നിരത്തി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും റോബിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും റോബിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ശരിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കത് ശരിയെന്ന് വാദിക്കാനൊന്നും ഇല്ല. പ്രവീണിനെ ഞാൻ തീർത്തു, അടുത്ത് ഞാൻ നിന്നെയും തീർക്കും. മനസ്സിലാക്കണേ, പ്രവീണിനെ ഞാൻ തീർത്തു. ഇനി ഇത് വി ഡി സതീശൻ ഏറ്റെടുക്കും. രമേശ് ചെന്നിത്തല, ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കട്ടെ, ഇനി ഞാൻ കാണിച്ചു തരാം നിന്റെ ഹണി ട്രാപ്പ്. ഞാൻ ആ റോഡിൽ ഞാൻ ഫോൺ കൊണ്ട് കാണിച്ചു, പിന്നെ ഞാൻ ശരിയാക്കി തരടാ. എനിക്ക് മോൾ ആകാശം പോയി ഈ വർത്താനത്തിൽ ഈ കോൾ ഹൗസ് ഞാൻ അതനാവാ എന്റെ ഇൻഫ്ലുവൻസ് എന്താന്ന് ഞാൻ കാണിച്ചത്. അതവൻ കേട്ടാ ഇൻഫ്ലുവൻസ് എന്താ കാണിച്ചത് നോക്കി, അത്ര വരെ ഫണ്ട് തരുന്നു പറഞ്ഞിട്ട് ഇവന്റെ ഭീഷണി. ഞാൻ പിന്നെ കളി മാറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് ഇവൻ എന്ന് പറയുന്നത്, ഞാൻ അതാണ് ഈ സ്കാമറ ലെവൽ ഞാൻ അന്ന് മനസ്സിലാക്കാം. വി ഡി സതീശനെ കൊണ്ട് ഞാൻ ശരിയാക്കി തരാം, രമേശ് ചെന്നിത്തലയെ കൊണ്ട് എന്തൊക്കെയായി പറയുന്നത്. വി ഡി സതീശന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതാണല്ലോ പണിയെ. പുള്ളിയുടെ ഈ റോബിന്റെ കേസ് കെട്ട് കടന്നു തീർക്കലാണല്ലോ അവരുടെ പണിയെ. അങ്ങനെ ഒരു ഭീഷണി, ഞാൻ എന്റെ അച്ഛനെ വിളിക്കട്ടെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹണി ട്രാപ്പ്, ഞാൻ നിന്നെ ഒരു ഹണി ട്രാപ്പ് ഞാൻ കാണിച്ചു തരാം നിന്റെ ഹണി ട്രാപ്പ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുവാണ് ഞാൻ പേടിച്ചു പോയി. ഞാൻ അപ്പോഴേ അതിനൊന്നും മറുപടി പറയാൻ ഞാൻ നിന്നില്ല എന്ന് പറയുന്നുണ്ട്. ക്യാഷ് കൊടുത്ത് സഹായിച്ചവരെ എത്രമാത്രം റോബിൻ ഉപദ്രവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവർ ക്യാഷ് കൊടുത്തിട്ട് അവർ തന്നെ മാനസികമായി അവർ തന്നെ വിഷമിക്കേണ്ട ഒരവസ്ഥ. ഇപ്പൊ പൈസ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. റോബിൻ പറയുന്നത് ഞാൻ എല്ലാ പൈസയും കൊടുത്തെന്നുള്ളത്. ഇനി അങ്ങോട്ട് റോബിന് കാശ് കൊടുക്കാനുണ്ടെന്ന് റോബിൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോഴും ആ തെളിവുകളും ആ കണക്കുകളും എല്ലാം കൃത്യമായിട്ട് വിലയിരുത്തുന്നവർക്ക് അറിയാം റോബിൻ പൈസ കൊടുക്കാനുണ്ടെന്നുള്ളത്. റോബിൻ ഇപ്പോഴും പറഞ്ഞത് കൊടുത്തു. റോബിൻ അതൊരു പിടിവള്ളിയെ ഞാൻ കൊടുത്തതാ, എന്റെ ഇതിനകത്തൊക്കെ ഞാൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ എല്ലാം ഒന്ന് ബോധിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ കണക്ക് കൃത്യമായ കണക്ക് നിരത്തി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ആൾക്കാരെ വിളിച്ചു, സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എത്രയും പെട്ടെന്ന് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വാ, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. അപ്പോൾ ലീഗലാണ്. അപ്പോൾ ഉണ്ട് പിറ്റേ ദിവസം രാവിലെ നോക്കണേ, ഉച്ചയ്ക്ക് ബ്രോ ടെൻഷൻ അടിക്കണ്ട, ഇതാണ് ടെൻഷൻ അടിക്കണ്ട, ഫണ്ട് ആണ് വലിയ ഫണ്ടാണ്, ഗീവ് മീ സം ടൈം, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വഴി കണ്ടിട്ടുണ്ട്, ഡോൺ വെറി. പിന്നെ ഉമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ പിണങ്ങല്ലേ മൈൻഡ്. ഞാൻ ഒന്നും റിപ്ലൈ ചെയ്തില്ല. ഞാൻ പേടിച്ചു, എൻ്റെ ഹണി ട്രാപ്പ് കേട്ടു. കാരണം ഒരു വ്യക്തിനെ ഹണി ട്രാപ്പിൽ ഇവനെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ മീഡിയ അറിയണം. ആ കഥയും കൂടി ഞാൻ അവിടെ പറയും. ഒരു വ്യക്തിയെ ഹണി ട്രാപ്പിൽ ഈ പുള്ളിക്കാരനെ അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോബിൻ അയക്കുന്ന മെസ്സേജ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കാമുകന്മാർക്ക് അയക്കുന്നതല്ലേ, കാമുകിക്ക് കാമുകൻ അയക്കുന്ന പോലെയൊക്കെയാണ് ഇവിടെ മെസ്സേജ് അയക്കുന്നത്. അത് കണ്ടിട്ട് ആ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വരെ ചിരി വരുന്നുണ്ട്. ഈ ഹണി ട്രാപ്പിൽ ഒരാളെ പെടുത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ആ കഥയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോബിൻ കുറച്ച് ഡ്രാമാറ്റിക് ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഒരു മരിക്കാൻ പോവാന്നൊക്കെ പറയുന്ന കണക്കത്തെ ഒരു ഇത്, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലുമൊക്കെ തകർന്നു പോയിന്ന് പറയും. തകരാനുള്ള കാരണം ഇപ്പൊ ഈ പ്രശ്നമാണെന്നും പറയും. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉടനെ ഉണ്ടാവും. പിന്നെ നമ്മൾ പ്രസ് മീറ്റ് നടത്താൻ വേണ്ടിട്ട് ഈ പുറത്ത് വന്ന് നിൽക്കുന്ന അതിനകത്ത് ഇടിച്ചു കയറാൻ ഇന്ന് രാവിലെ ഒരു പ്രസ് മീറ്റ് നടത്തേണ്ടതായിരുന്നു. അപ്പൊ അതൊക്കെ വന്നിട്ട് കൂടെ നിന്ന് കയറാൻ റോബിന് നാണില്ലേ? എന്ത് കാര്യത്തിന് അവിടെ നിൽക്കുന്നത്? ഇത് കറക്റ്റ് കാര്യമാണ് കേട്ടോ. ഇനി റോബിന്റെ അടുത്ത നമ്പർ അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. എന്റെ കുടുംബ ജീവിതം തകർത്തു, അല്ലെ എന്റെ കുടുംബം തകർത്തു, എന്റെ ജീവിതം തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗൊക്കെ ആയിട്ട് വരും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അവർ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. റോബിനെ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അവർ ശരിക്കും പഠിച്ചത്. ഇപ്പൊ റോബിന് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വരെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടക്കേണ്ട പ്രസ് മീറ്റ്, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ പ്രസ് മീറ്റിനെ കുറിച്ച്. അവിടെ റോബിൻ പോകേണ്ട ആവശ്യം എന്താണ്? അവര് വിളിച്ച ഒരു പ്രസ് മീറ്റ്, ആ പ്രസ് മീറ്റിൽ സംസാരിക്കേണ്ടത് അവരാണ്. റോബിന് പറയാനുണ്ടെങ്കിൽ റോബിൻ മറ്റൊരു പ്രസ് മീറ്റ് വിളിച്ച് പറയുക. രണ്ടുപേരും തെളിവ് നിരത്തട്ടെ. അല്ലാതെ ഇവര് വിളിക്കുന്ന പ്രസ് മീറ്റിലോട്ട് റോബിൻ ചാടി രാവിലെ തന്നെ വന്ന് വിളിച്ചൊരുങ്ങി കയറി പോകേണ്ട ആവശ്യം എന്താണ്? അപ്പത്തന്നെ മനസ്സിലാക്കാമല്ലോ റോബിൻ ഒരു ബഹളിത്തരം കാണിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇതൊരു ബഹളിത്തരം നമ്മൾ പറയത്തില്ല. എന്ന് വെച്ചാൽ ഇരിക്കപ്പുറതയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ കണ്ടപ്പം രാവിലത്തെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് അതൊക്കെയാണ് തോന്നിയത്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ പൈസ കൊടുത്തിട്ട് എന്തൊക്കെ അനുഭവിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ സാധനം എന്റെ വലിയൊരു ഫണ്ടൊക്കെ വലിയ ട്രാൻസാക്ഷൻ മേടിക്കുന്ന ഓടി അതിന്റെ ഇടയിൽ പണയം വെച്ചിരുന്നു. ഞാൻ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ പണയം വെച്ച കാറ് ഇവൻ ഒരു സമൂഹ കല്യാണത്തിന് പോയിട്ടുണ്ടാവും.
ആ സമൂഹ കല്യാണത്തിന് മുമ്പാണ് ആ ഫണ്ടൊക്കെ ട്രാൻസ്ഫർ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ആ സമൂഹ കല്യാണത്തിൻ്റെ സമയത്ത് ഭാര്യ വീട്ടിൽ വലിയ പ്രശ്നം, അല്ലേട്ടാ ഞാനത് വെച്ചിട്ടുണ്ട്, എനിക്ക് ആ കാറ് റിലീസാക്കണം. ആ ഓടി കാറ് ഇൻക്ലൂഡഡ് ആരതിപ്പൊടിക്ക് അറിയാത്താണ്. ഇത് ആരതിപ്പൊടി നിഷേധിക്കുകയാണെങ്കിൽ ആരതിപ്പൊടിയുടെയും ഓഡിയോ എനിക്ക് പുറത്ത് വിടേണ്ടി വരും. എനിക്ക് ആ കുട്ടിയോട് വ്യക്തിപരമായിട്ട് ഒരു ശത്രുതയില്ല. ഈച്ച് ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ആരതിപ്പൊടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോളെ ഞാൻ അത് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം സാമ്പത്തിക ബാധ്യത റോബിൻ അന്ന് എൻ്റെ ഫസ്റ്റ് കോൾ നിങ്ങൾ ആലോചിച്ചു, ഒരാളോട് സംസാരിക്കാൻ എൻ്റെ ഫസ്റ്റ് കോൾ വേണം ഇവിടെ പ്ലേ ചെയ്യും. റോബിൻ പറഞ്ഞു, റോബിന്റെ ഓടി കാറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓടി കാർ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ആരതിപ്പൊടിയുടെ വീട്ടിൽ ഭയങ്കര വിഷയമായിരുന്നു. ഓടി കാറെന്ന് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആരതിപ്പൊടിക്ക് കല്യാണത്തിന്റെ അന്നങ്ങാണ്ട് സമ്മാനം കൊടുത്തതാണെന്ന് തോന്നുന്നു അവരുടെ വീട്ടുകാരെങ്ങാണ്ട്. ആ കാർ കൊണ്ട് പണയം വെച്ചെന്നാണ് പറയുന്നത്. പണയം വെച്ചത് ഈ പറയുന്ന ആരതിപ്പൊടിക്ക് അറിയില്ല, ആ വീട്ടുകാർക്ക് അറിയത്തില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാർ കൊണ്ടുപോയ കഥ തിരിച്ച് പിന്നെ എങ്ങനെ കൊടുത്തു എന്നുള്ള കഥ പറഞ്ഞു. ഒരു സമൂഹ വിവാഹത്തിന് പോയപ്പോൾ ആ കാർ എങ്ങനെ കൊണ്ടുപോയെന്നുള്ളത് അത് ഞാൻ കഴിഞ്ഞ ദിവസമേ ഇത് അറിഞ്ഞ കഥയാണ്. ഞാൻ പറഞ്ഞുതരാം. റോബിൻ ഉപയോഗിക്കുന്ന കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഏതാ? ഒരു ബ്ലാക്ക് ഓഡി അല്ലേ? കല്യാണത്തിന് ഭാര്യയുടെ ഫാമിലി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. ആ കാർ എവിടെ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഏതിലാണ്? ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താർ റോക്സ് വാടകയ്ക്ക് എടുത്ത കാറാണ്. ഡെയിലി 4000 രൂപ വാടകയ്ക്ക് കൊടുത്തിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കുക. ഇലക്ഷൻ സമയത്ത് ഒരു BMW നിങ്ങൾ കണ്ടിട്ടോ? 5 സീരീസ്. അവന്റെ BMW എവിടെയാണ് കിടക്കുന്നത്? ട്രിവാൻഡ്രത്ത് കിടക്കുന്നുണ്ട് അവന്റെ BMW എവിടെ? അപ്പോൾ ലാവിഷ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ഓൾട്ടോ കാർ പോകണം. എന്തിനാ താർ റോക്സ് എടുത്ത് പോകുന്നത്? 4000 രൂപ. അത് അവന്റെ പേഴ്സണൽ കാര്യം തന്നെ. ഒരു ഹൈലി എന്താ പറയാ, ലാവിഷ് ലൈഫ് റോബിൻ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതാ പറയുന്നത്. റോബിൻ വലിയ ഹൈ ലെവലിലാണ് ജീവിക്കുന്നത്. പക്ഷെ ജോലിക്കും കൂലിക്കും ഒന്നും പോത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. ജോലിയും കൂലിയും ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് ഇങ്ങനെ എല്ലാവരോടും കടം വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4000 രൂപ മാസവാടകയ്ക്കാണ് ഇപ്പൊ കൊണ്ട് നടക്കുന്ന വണ്ടി കൊണ്ട് നടക്കുന്നത്. അതുപോലെ ഓടി എവിടെ, അതുപോലെ തന്നെ BMW എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പണയം വെച്ച് ഓരോയിടത്ത് കൊണ്ട് ആർഭാടം ഒരുപാട് കാണിച്ചു നടക്കുന്ന ആളാണ് ഈ റോബിൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട്. റോബിൻ ഒരു ഓടിയിലോ ഒരു BMW-ലോ അതിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ലുക്കല്ലേ. അപ്പൊ ഈ കാണുന്നവരെന്താ വിചാരിക്കുന്നത്? ഭയങ്കര സെറ്റപ്പ് ആണെന്ന് വിചാരിക്കും. എത്ര ലക്ഷം രൂപ കടം ചോദിച്ചാലും കൊടുക്കും. പുള്ളി ഒരു താരമാണല്ലോ, സെലിബ്രിറ്റി ആണല്ലോ, ബിഗ് ബോസ് താരം, അതുപോലെ തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാള്. അപ്പം വലിയ തട്ടുമുട്ടൊന്നും കാണത്തില്ല. ഒരു 5 ലക്ഷം രൂപ തന്നെ നാളെ തരാന്ന് പറഞ്ഞാൽ ആരായാലും കൊടുക്കും. ഒരുമാതിരിപ്പെട്ടവർ കൊടുക്കും ആ സമയത്തൊക്കെ. അങ്ങനെയാണ് ഇവർക്കും പണി കിട്ടിയത്. ഈ വരുന്ന വരവും ലുക്കും എല്ലാം കാണുമ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞാണ് ഇവരും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇവരും സഹായിച്ചത്. പക്ഷെ 8ന്റെ പണി കിട്ടിയെന്നാണ് പറഞ്ഞത്. ചുരുക്കത്തില് ഇത് മൊത്തം 8ന്റെ പണിയാണ്. എല്ലാം റോബിനെതിരാണ്. തെളിവുകൾ വരെ റോബിനെതിരാണ്. റോബിൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പൊ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇനി ഇവരുടെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ കേസ് പറഞ്ഞൊക്കെ വാങ്ങിച്ചാലേ ഉള്ളൂ. അല്ലാതെ റോബിൻ ഇനി തരുമെന്ന് തോന്നുന്നില്ല. കാരണം റോബിൻ പറയുന്നുണ്ട് ഞാൻ എല്ലാം തന്നതാണെന്നുള്ളത്. പക്ഷെ ഇവര് ഈ കഴിഞ്ഞ മെയ് മാസത്തെ വരെ കണക്ക് അവർ പറയുന്നുണ്ട്. അതിനുശേഷം അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. അവരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ലെന്നൊക്കെ ഇവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആ ഇന്റർവ്യൂ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.